സോ ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും എപ്പോക്കയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ആസ് യു ഗൈസ് നോ, ഇറ്റ് വാസ് എ ഇനീഷ്യേറ്റീവ് ബൈ അസ് ടു ക്രിയേറ്റ് കേരളാസ് ലാർജസ്റ്റ് ഹിസ്റ്ററി കമ്മ്യൂണിറ്റി. അതിൽ ആദ്യത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. അന്ന് ഇത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. ഓരോ മീറ്റിംഗിലും നമ്മുടെ എണ്ണം കൂടി കൂടി വരികയാണ്. അന്ന് എനിക്ക് തോന്നുന്നു ലെസ് ദാൻ 10 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ അറൌണ്ട് 50 മെമ്പേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ടോട്ടൽ മെമ്പർഷിപ്പ്. സോ ഇവഞ്ച്വലി ഡെഫിനറ്റ്ലി വി ബിലീവ് ദാറ്റ് ടുഗദർ വി കൻ ഗ്രോ, ഒരുപാട് വളരാൻ വേണ്ടി പറ്റും എന്നുള്ളത്. സോ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അതിന്റെ ഭാഗമായിട്ട് വി ആർ ഹാവിംഗ് വൺ വെരി ഇമ്പോർട്ടൻറ്റ് മൊമെന്റ്. സോ ലെറ്റ് മീ ലോഞ്ച് ഇറ്റ് ഫോർ യു ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, വി ആർ ലോഞ്ചിങ് ദ ഒഫീഷ്യൽ ലോഗോ ഓഫ് എപ്പോക്ക റൈറ്റ് നൗ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ്. ഓക്കെ, ഫൈൻ. എപ്പോക്കയുടെ ഈ ലോഗോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഇതില് ഒരു ഹ്യൂമൻ ഉണ്ട്, ഒരു മനുഷ്യനുണ്ട്. ദ എപ്പോക്ക് ആസ് ദ ടൈം സജസ്റ്റ് ചെയ്യുന്ന പോലെയുണ്ട്. അങ്ങനെ നമ്മളും ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒഫീഷ്യലി വരുന്ന ഒരു ലോഗമായിട്ട് ലോഞ്ച് ചെയ്തതാണ്. നമ്മൾ ഡിസംബർ 13th സമയത്ത് ലോഗോ ലോഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അന്ന് നടന്നില്ല. ബട്ട് ടുഡേ ഇസ് എ ഗുഡ് ടൈം, റൈറ്റ്? സോ അതുകൊണ്ട് എല്ലാ സമയം നല്ലതാണ്, നമ്മൾ അതിനൊരു എഫേർട്ട് എടുത്താൽ മതി. സോ അങ്ങനെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്തയാണ് ഒന്നാമതായിട്ട് നിങ്ങൾ അറിയിക്കാനുള്ളത്. രണ്ടാമത്തതായിട്ട് നമ്മൾ എപ്പോക്കയുടെ, നിങ്ങൾക്കറിയാം എപ്പോക്കയില് ഇറ്റ്സ് നോട്ട് ലൈക്ക് പ്യുവർ ഹിസ്റ്ററി അല്ല എപ്പോക്ക. സോ ഹിസ്റ്ററി താല്പര്യമുള്ള വിവിധ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഒരു കമ്മ്യൂണിറ്റി ഗെറ്റ് ടുഗദർ ഗാദറിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫസ്റ്റ് കമ്മ്യൂണിറ്റി മീറ്റിംഗ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് 21 ഡിസംബർ സൺഡേ 10 മണിക്ക് മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി അറിയണം. സോ ഐ ആം വെൽക്കമിങ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. നിങ്ങൾ എല്ലാവരും പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുക കൂടിയാണ് ഈ സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ മലപ്പുറത്ത് വെക്കാനുള്ള റീസൺ, ഞാനിപ്പോൾ മലപ്പുറത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഒരു പോയിന്റ്. ഇല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ച് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിഹൗ, ഒരുപാട് പ്ലാൻ ചെയ്ത് പിന്നീട് പിന്നീട് എന്ന് ആക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ ഗ്യാതറിംഗ് ആണെങ്കിൽ പോലും തുടക്കത്തിൽ അങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ആസ് യു ഗൈസ് നോ, എല്ലാ ബിഗ് ഹിസ്റ്ററിയുടെ തുടക്കവും ചെറുതിൽ നിന്നാണ് ആരംഭിക്കുക. അപ്പൊ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മലപ്പുറം ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹോപ്പ് യുവർ കൈൻഡ് സപ്പോർട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ എപ്പോക്കയുടെ ഫസ്റ്റ് പ്രധാനപ്പെട്ട ഒരു മീറ്റപ്പ് നടക്കാനും പോകുന്നത് കേട്ടോ.